Dear students, plus 1 improvement class statistics part 2 എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പാർട്ട് 2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ കോഎഫിഷ്യൻ്റ് വേരിയേഷനുമാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസാണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനോട്ട് പോകാം. വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വേരിയൻസ്? നമ്മൾ മീൻ ഡീവിയേഷൻ പറഞ്ഞത് ഓരോ ഒബ്സർവേഷനിൽ നിന്നും മീൻ കുറയ്ക്കുക അല്ലെങ്കിൽ മീഡിയൻ കുറയ്ക്കുക, അതിൻ്റെ മോഡുലസ് എടുത്ത് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ കുറയ്ക്കുന്നതിനാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന ഡീവിയേഷൻ എന്ന് പറയാം. അതിൻ്റെ മോഡുലസ് എടുത്ത് അതിൻ്റെ ടോട്ടലിനെ നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലെങ്കിൽ വേരിയൻസ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അപ്പോൾ എന്താണ് വേരിയൻസ്? മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി വേരിയേഷൻ ഫ്രം മീൻ ഈസ് കാൾഡ് വേരിയൻസ്. അതായത് ഡീവിയേഷൻ്റെ സ്ക്വയർ. ഡീവിയേഷൻ എന്ന് പറയുന്നത് ഏതാ? മീൻ, ഓരോ ഒബ്സർവേഷനും മീൻ കുറയ്ക്കുക, അതിൻ്റെ സ്ക്വയറിൻ്റെ മീൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് മീൻ വരുമ്പോൾ നമുക്ക് സംശയം തോന്നും എന്തുവാണത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒബ്സർവേഷനിൽ നിന്ന് മീൻ കുറയ്ക്കുക, അതിൻ്റെ സ്ക്വയർ അതെല്ലാം അവിടെ കൂട്ടി എണ്ണം കൊണ്ട് ഭാഗിക്കുക, അതിനെ മീൻ എന്ന് പറയുന്നത്. എല്ലാം കൂടെ കൂട്ടി ആ എണ്ണം കൊണ്ട് ഭാഗിക്കുന്നതിനാണ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വേരിയൻസ് എന്ന് പറയാം. വേരിയൻസിനെ സിഗ്മ സ്ക്വയർ എന്ന് പറയാം. ഇത് വായിക്കുന്നത് സിഗ്മ സ്ക്വയർ എന്ന് പറയാം, അല്ലയോ? ഇനി അപ്പം നമുക്ക് ഇവിടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് x1 x2 എക്സെട്ര എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ n ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഒബ്സർവേഷൻ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നു. എക്സ് ബാർ സിഗ്മ ഇവിടെ x/n എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ xi/n എന്ന് പറയാം. എന്ന് പറയുമ്പോൾ സ്മോൾ n ആണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അത് കണ്ടുപിടിച്ചിട്ട് ഈ ഓരോന്നിനും കുറയ്ക്കുക. അപ്പോൾ ഡീവിയേഷൻ അതിൻ്റെ സ്ക്വയർ ഇപ്പോൾ ഓരോന്നിനും കിട്ടുമല്ലോ. അതിൻ്റെ മീൻ എന്ന് പറയുമ്പോൾ അതെല്ലാം അവിടെ കൂട്ടി എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മളിവിടെ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിനാണ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ. ഇത് സ്മാൾ സിഗ്മയും ഇത് ക്യാപിറ്റൽ സിഗ്മയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n എന്ന് പറയാം. അതുകൊണ്ട് ഓരോ എക്സിൽ നിന്ന് അപ്പോൾ ഈ പറഞ്ഞേക്കുന്നത് നമ്മളൊരു ഇക്വേഷനാക്കി എഴുതിയേക്കുകയാണ്. ഡീവിയേഷൻ എടുത്തേക്കുന്നത് എന്താ? ഒരു മീനിൽ നിന്ന് ഡീവിയേഷൻ എടുത്ത് അതിൻ്റെ സ്ക്വയറിൻ്റെ മീൻ എന്ന് പറയുമ്പോൾ അത് തമ്മിൽ കൂട്ടി എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് എന്ന് പറയാം. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ, സ്മാൾ സിഗ്മ കൊണ്ടാണ്. The positive square root of the variance is called standard deviation. It is noted by sigma. The standard deviations of n observation x1 x2 etc xn is given by. അപ്പോൾ നമ്മൾ വേരിയൻസിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പമാണത്. ഇതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന്. ഇനി നമുക്ക് അടുത്ത കേസാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ. പക്ഷേ ഗ്രൂപ്പ്ഡ് ഡാറ്റ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ഡാറ്റ എന്നോ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനോട് ഫ്രീക്വൻസിയും തരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഒബ്സർവേഷനും ഫ്രീക്വൻസിയും തരുന്നുണ്ട്, ശരിയില്ലയോ? അപ്പോൾ അത് നമുക്ക് നോക്കാം. ഡിസ്ക്രീറ്റ് നമുക്ക് എങ്ങനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇങ്ങനെ പറയാം. ഒബ്സർവേഷനും എഴുതുന്നു, എന്തെഴുതുന്നു, അതിൻ്റെ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും എഴുതുന്നു. അപ്പോൾ ഈ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഫ്രീക്വൻസിയുടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് നമുക്ക് പറയാം, ഇല്ലയോ, സിഗ്മ. ഓരോ എക്സയിൽ നിന്നും എന്ത് കുറയ്ക്കുന്നു? എക്സ് ബാർ കുറയ്ക്കുന്നു, അതിൻ്റെ സ്ക്വയർ. അതിന് FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ബൈ n. എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആണ്. അത് സം ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ FI ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നെയാണ്, എല്ലാം അല്പം വ്യത്യാസം വരുന്നേ ഉള്ളൂ. നമ്മൾ നോക്കി വെച്ചിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വേറെ n ഈസ് ദ സം ഓഫ് ദി ഫ്രീക്വൻസി എന്ന് പറയാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ FI xi ബൈ n എന്ന് പറയാം. നമ്മൾ മീൻ ഡീവിയേഷനകത്ത് പറഞ്ഞ കൂട്ട് തന്നെയാണ് ഇവിടെയും. പിന്നെ ആണ് വേരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെ പറയാം? ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വേരിയൻസ്, വേരിയൻസിൻ്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. അപ്പോൾ ആ റൂട്ടിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. ഓക്കെ, ഇതിന് കണ്ടിന്യൂസ് കേസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ തരുന്നതാണ്? ക്ലാസും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസിയും തരുക. അപ്പോൾ നമുക്ക് എങ്ങനെ ലെറ്റ് x1 x2 etc xn be the midpoint of the classes of the data എന്ന് പറയാം. വിത്ത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് f1 f2 etc f എന്ന് പറയാം.
അപ്പോൾ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ എഴുതി തരുമ്പോൾ നമ്മളത് ഡിസ്ക്രീറ്റ് ഡേറ്റ പോലെയായി മാറും. കാരണം ഇത് മിഡ് പോയിൻ്റ് ആണ്, ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഡിസ്ക്രീറ്റ് ഡേറ്റയിൽ കണ്ടുപിടിച്ച് തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ നമുക്കവിടെ നിന്നും ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ വ്യത്യാസം XI എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ഓഫ് ദി ക്ലാസ്സസ് ആണ്. അവിടെ നമുക്ക് ഇങ്ങനെ പറയാം, വേരിയൻസും ഇങ്ങനെ തന്നെ പറയാം. ഓക്കെ, കാരണം ഇത് രണ്ടും സെയിം ആണ്. സാധാരണ നമ്മൾ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല. ഒരു കാര്യം മാത്രം നോട്ട് ചെയ്താൽ മതി, XI എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കേസിൽ മിഡ് പോയിൻ്റ് ആണ്, ക്ലാസ്സസിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഡേറ്റ. അപ്പോൾ ഇത് ഏത് ടൈപ്പാണ്, ഗ്രൂപ്പ്ഡാണോ അൺഗ്രൂപ്പ്ഡാണോ? ഇത് അൺഗ്രൂപ്പ്ഡ്. കുറച്ച് ഒബ്സർവേഷൻസ് മാത്രം തന്നാൽ അത് അൺഗ്രൂപ്പ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ വേരിയൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം വേരിയൻസ് കണ്ടുപിടിച്ച് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി, അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതിനെ XI എന്ന് എടുക്കാം. ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കണം. XI എന്നൊരു മീൻ കണ്ടുപിടിക്കുന്ന ഇതെല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 150 ആണ്. കൂട്ടി നോക്കിയാൽ മതി. പിന്നെ ഇവിടെ എഴുതാം, ഇതിൻ്റെ ടോട്ടൽ വേണമെങ്കിൽ ഇവിടെ എഴുതാം, 150 കിട്ടും. അപ്പോൾ ഇവിടെ എന്ന നമ്പർ ഓഫ് ഐറ്റംസ് 1 2 3 4 5 6 7 8 9 10 അതാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയാം. അപ്പോൾ ഈ അൺഗ്രൂപ്പ്ഡ് കേസിലാണ് നമ്മൾ എണ്ണം എടുക്കുന്നത്, എന്ന് പറയുന്നത് എണ്ണം എടുക്കുന്നത്. ബാക്കി ഗ്രൂപ്പ്ഡ് കേസിൽ നമ്മൾ സം ഓഫ് ഫ്രീക്വൻസിയാണ് എണ്ണമായിട്ട് എടുക്കുന്നത്, ശ്രദ്ധിക്കണം. അപ്പോൾ മീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ 15 ആണ് നമുക്കിവിടെ മീൻ കിട്ടും. ഇനി ചെയ്യേണ്ട ഈ ഓരോ XI നിന്ന് മീൻ കുറയ്ക്കണം, 6 നിന്ന് 15 കുറയ്ക്കണം, ഇല്ലയോ? 8 നിന്ന് 15 കുറയ്ക്കണം, 10 നിന്ന് 15 കുറയ്ക്കണം, 12 നിന്ന് 15 കുറയ്ക്കണം, 14 നിന്ന് കുറയ്ക്കണം, 16 നിന്ന് 18, 20 നിന്ന് 22, 24 എന്നെല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അവിടെ മോഡുലസ് ഇല്ല, പ്രത്യേകത മീൻ ഡീവിയേഷനാണ് മോഡുലസ്. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുക്കുക, ശരിയില്ലയോ? അതിൻ്റെ ടോട്ടലിനെ നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഇല്ലയോ? വേരിയൻസ് ഇങ്ങനെ എഴുതാം. അപ്പോൾ അത് എത്രയാണ്? 330/10 എന്ന് പറയാം. 33 ആണ് അതിൻ്റെ സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ വേരിയൻസ് എന്ന് പറയാം, ശരിയില്ലയോ? അപ്പോൾ വേരിയൻസ് ഇതായി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ √33 എന്ന് എഴുതാം, ആൻസർ ആവും. വേണമെങ്കിൽ എൻ്റെ വാല്യൂ എഴുതാം, 5.74 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പമാണ് അൺഗ്രൂപ്പ്ഡ് കേസിൽ നമുക്ക് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദി ഫോളോയിങ് ഡേറ്റ. അപ്പോൾ നമുക്കറിയാം ഈ ഡേറ്റ കണ്ടാൽ ഏത് ടൈപ്പ് ഡേറ്റ എന്ന് പറയാം. ഇത് ഗ്രൂപ്പ്ഡ് ആണ്, ഫ്രീക്വൻസി വരുന്നതുകൊണ്ട് ഗ്രൂപ്പ്ഡ് ആണ്. പക്ഷേ XI എന്ന് പറയുന്നത് ഒബ്സർവേഷൻസ് ആണ്, ക്ലാസ് ഇല്ല. ക്ലാസ് വന്നെങ്കിലാണ് കണ്ടിന്യൂസ്, ഇത് ഡിസ്ക്രീറ്റ് കേസാണ്. എന്നിട്ട് നമുക്ക് അവിടെ നിന്നും നമുക്ക് ആൻസറിലോട്ട് പോകാം. ഡിസ്ക്രീറ്റ് കേസ് ആയാലും നമ്മൾ ആദ്യം മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആദ്യം XI FI എടുത്ത് എഴുതുക, ഫ്രീക്വൻസിയുടെ ടോട്ടൽ എഴുതണം, 30 ആണ്. എന്നിട്ട് XI FI മൾട്ടിപ്ലൈ ചെയ്യുന്നു, ശരിയല്ലയോ? 4 × 3 12, 8 × 5 40, 11 × 9 99, 17 × 5 85, 20 × 4 80, 24 × 3 72, 32 × 1 32 എന്ന് പറയാം. അതിൻ്റെ ടോട്ടൽ എടുക്കുക. ഇനി നമ്മൾക്കറിയാം, നമ്മൾ മീൻ ഡീവിയേഷനകത്ത് പറഞ്ഞാണ് മീൻ കണ്ടുപിടിക്കുന്നത് സിഗ്മ FI XI/N എന്ന് പറയാം. അപ്പോൾ നമുക്ക് N പറയാം, N = 30 എന്ന് പറയാം, ശരിയില്ലയോ? ഇനി X⁻ = സിഗ്മ FI XI/N. FI XI എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 420 ആണ്. അപ്പോൾ 420/30 എന്ന് പറയാം, ശരിയില്ലയോ? അപ്പോൾ ഇവിടെ കിട്ടുന്ന എത്രയാണ്? 14 കിട്ടും. അപ്പോൾ മീൻ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട ഈ ഓരോ XI നിന്നും ഈ മീൻ കുറയ്ക്കണം. 4 നിന്ന് 14 കുറയ്ക്കണം, 8 നിന്ന് 14 കുറയ്ക്കണം, 11 നിന്ന് 14 കുറയ്ക്കണം, 17 നിന്ന് 14 കുറയ്ക്കണം, 20 നിന്ന് കുറയ്ക്കണം, 24 നിന്നും 32 എല്ലാം 14 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. മൈനസ് വരുന്നത് ശ്രദ്ധിച്ച് മൈനസ് എഴുതണം. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. -10ൻ്റെ സ്ക്വയർ 100 ആണ്, -6ൻ്റെ സ്ക്വയർ 36 ആണ്, -3യുടെ സ്ക്വയർ 9 ആണ്, 3യുടെ സ്ക്വയർ 9, 6ൻ്റെ സ്ക്വയർ, ഇങ്ങനെ നമുക്ക് പോകും. എന്നിട്ട് ഇതിനെ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ 3 × 100, 5 × 36, 9 × 9, 5 × 9, 4 × 36, 3 × 100, 1 × 2, 324 എന്ന് പറയാം, ശരിയില്ലയോ? ഇനിയാണ് ഇതിൻ്റെ ടോട്ടലാണ് നമുക്ക് വേണ്ടത്. വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ വേരിയൻസ് എങ്ങനെ പറഞ്ഞുകൂടായോ?
ഇല്ലയോ? ഈ ടോട്ടലാണ് ഈ കൊടുത്തിരിക്കുന്നത്. എത്രയാണ്? 1374/3 എന്ന് പറയാം. ആൻസർ 45.8 എന്ന് പറയാം. 45.8 ആണ് വേരിയൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്താൽ മതി, ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ റൂട്ടാണ്. ഇങ്ങനെ എഴുതിയാലും ആൻസർ ശരിയാണ്. അതിൻ്റെ വാല്യൂ 6.77 എഴുതാം. അപ്പോൾ ഈ കോളം എല്ലാം ഓർത്ത് വെച്ച് വയ്ക്കുക. XI ആണ്. ഇവിടെ XI - X ബാർ ആണ്. ഇല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. പിന്നെ ഇതിന് FI കൊണ്ട് ഫ്രീക്വൻസി വരുവാണെങ്കിൽ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ടോട്ടലിനെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് വേരിയൻസ് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായി. ഇനി ഒരു കണ്ടിന്യൂസ് കേസിലുള്ള പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഇല്ല കാൽക്കുലേറ്റ് മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. മീനും വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇവിടെ മീനിനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് നമുക്ക് ഡാറ്റ. ഇത് കണ്ടിന്യൂസ് കേസാണ്. നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ ആദ്യം ക്ലാസ് എഴുതുന്നു, പിന്നെ ഫ്രീക്വൻസി FI എഴുതുന്നു, അതിൻ്റെ ടോട്ടൽ എഴുതുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ക്ലാസ്സിൻ്റെ മിഡ് പോയിൻറ്റ് ഇതിൻ്റെ 30 to 40 എന്ന് പറയുന്നത് മിഡ് പോയിൻറ്റ് 35 ആണ്. ഇത് 45, 55, 65, 75, 85, 95 എന്ന് പറയാം. ശരിയല്ലയോ? ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മീനെ കണ്ടുപിടിക്കേണ്ട ആദ്യം FI XI മൾട്ടിപ്ലൈ ചെയ്യുക. എഫും XIയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിൻ്റെ ടോട്ടലിനെ നമ്മൾ ഈ ഫ്രീക്വൻസി ടോട്ടലിലും ഡിവൈഡ് ചെയ്യാം. ഫ്രീക്വൻസി ടോട്ടൽ എത്ര? 50 ആണ്. ഇല്ലേ? അപ്പോൾ എന്നു പറയാം 50 എടുക്കാം. എന്നിട്ടോ X ബാർ എന്ന് പറയുമ്പോൾ സിഗ്മ FI XI/n. അപ്പം 3150 എത്രയാണ്? 62 ആണ് ആൻസർ. അപ്പം മീൻ കിട്ടി. ഇനി ഈ 62 ഓരോ XI നിന്നും കുറയ്ക്കണം, ഡീവിയേഷൻ എടുക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ 35 - 62 എടുക്കണം. അതിൻ്റെ സ്ക്വയറോടെ വേണം എഴുതിക്കുക. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിലും ആൻസർ ആവും. ഇല്ലയോ? ഇത് തമ്മിൽ കുറയ്ക്കുക. അതായത് 35 നിന്നും 62 കുറച്ച് അതിൻ്റെ സ്ക്വയർ, 45 നിന്ന് 62 കുറയ്ക്കുക അതിൻ്റെ സ്ക്വയർ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അടുത്ത FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ശരിയല്ലയോ? FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ഇതിൽ വരുന്നത് എന്ന് വെച്ചാൽ ഈ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. അതിൻ്റെ ടോട്ടൽ എത്ര? 1050 ആണ്. അതിനെ നമ്മൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വേരിയൻസായി. ഇവിടെ മീനായി വേരിയൻസായി. ഇല്ലയോ? വേരിയൻസ് എന്ന് പറയുമ്പോൾ 201 കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് 201 എന്ന് പറയുന്നത് 14.18 ആണ്. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലോട്ട് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കോളമെല്ലാം ഓർത്ത് വെച്ചേക്കണം. നമുക്ക് ക്ലാസും FIയും തന്നിട്ടുണ്ട്. XI നമ്മൾ മിഡ് പോയിൻ്റ് എഴുതുന്നു, പിന്നെ FI XI മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ XI - X ബാർ വേണമെങ്കിൽ ഒരു കോളം എഴുതാം. അതിനുശേഷം ഒരു കോളം സ്ക്വയർ ആയിട്ട് എഴുതാം. അതിനുശേഷം FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ തൊട്ട് മുമ്പ് എഴുതിയപ്പോൾ ഇത് അങ്ങനെ എഴുതിയായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്കിതിൻ്റെ ഈ ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടലിനെ ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ആ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. ശരിയല്ലയോ? അടുത്ത അനാലിസിസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ്. ഇപ്പോൾ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് അതിനെ അനലൈസ് ചെയ്യണം. ഇപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഡാറ്റ. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ ഇപ്പോൾ എയിലെയും ബിയിലെയും കുട്ടികളുടെ ഹൈറ്റ് അത് നമ്മൾ കമ്പയർ ചെയ്യണം. അല്ലെങ്കിൽ ഒരു എയിലെ ബിയിലെ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻ്റാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയും. അതായത് the measure of variability which is independent unit is called coefficient of variation. It is not the same. എന്നുവെച്ചാൽ നമ്മളിപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയാലും അല്ലെങ്കിൽ മീൻ ആയാലും ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇതിനൊരു ഇപ്പം ഹൈറ്റിൻ്റെ മീനാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കണം. യൂണിറ്റ് ഇല്ലാതെ നമ്മൾ ഒറ്റ നമ്പർ കൊണ്ട് കമ്പയർ ചെയ്യണം. അതാണ് ഇൻഡിപെൻഡൻ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ വേരിയബിൾ ആ നമ്പർ അറിയാമെങ്കിൽ നമുക്കിതിനെ മോർ വേരിയബിൾ ആണ്, മോർ കോൺസിസ്റ്റൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അത് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമുക്ക് മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആവാൻ പാടില്ല, അല്ല മീൻസ് 0 ആവാൻ പാടില്ല. അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. അതായത് σ/x ബാർ ഇൻറ്റു 100. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിറ്റ്സുകൾ ഇല്ലാതായി പോകും. ഇപ്പം ഇതിൻ്റെ യൂണിറ്റ്സ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇല്ലാതായി പോവുകയാണ്. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ഓഫ്
യൂണിറ്റ്സ് എന്നായി മാറുന്നത്. അതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മളതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉപയോഗിച്ചൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് കോഎഫിഷ്യൻ്റ് വേരിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാം വേർ സിഗ്മ ആൻഡ് എക്സ് ബാർ ആർ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ ഓഫ് ദി ഡേറ്റ എന്ന് പറയാം. അപ്പോൾ ഏത് ഡേറ്റ ആണോ അതിൻ്റെ, ഇപ്പോൾ ഒന്നിലധികം ആണെങ്കിൽ നമുക്ക് സിഗ്മ 1 എന്നും x1 ബാർ എന്നും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, ഫോർ കമ്പയറിങ് ദി വേരിയബിലിറ്റി ഓർ ഡിസ്പേഴ്സൺ എന്നും പറയാം ഓഫ് 2 സീരീസ് വി കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഫോർ ഈച്ച് സീരീസ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മളത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതാണ് ദ സീരീസ് ഹാവിങ് ഗ്രേറ്റർ സി വി ഈസ് സെഡ് ടു ബി മോർ വേരിയബിൾ ദാൻ ദി അതർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ സി വി കൂടുതലുള്ള ഏതാണോ അതായിരിക്കും മോർ വേരിയബിൾ എന്ന് പറയുന്നത്. അതുപോലെ സി വി കുറവുള്ളതിനെ നമ്മൾ മോർ കൺസിസ്റ്റൻ്റ് എന്ന് പറയും. ദ സീരീസ് ഹാവ് ലെസർ സി വി ഈസ് ടു ബി മോർ കൺസിസ്റ്റൻറ്റ് ദാൻ ദി അതർ. മറ്റേതിനെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് സി വി ഉള്ളതിനെയാണ് നമ്മൾ മോർ കൺസിസ്റ്റൻറ്റ്, കൂടുതൽ സ്ഥിരതയുള്ള ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് 1-2 നോട്ടൂടെ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. നമുക്കറിയാം ഇപ്പം 2 ഡേറ്റ ഉണ്ട്, 2 ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പം 2 ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ മീൻ x1 ബാർ എന്നും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1 എന്നും എടുക്കാം. രണ്ടാമത്തെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് x2 ബാർ എന്നും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 2 എന്നും എടുക്കാം. എങ്കിൽ അതിൻ്റെ സി വി എങ്ങനെ കണ്ടുപിടിക്കുക? സി വി ഓഫ് ദി ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ 1 ബൈ x1 ബാർ ഇൻറ്റു 100 എഴുതാം. രണ്ടാമത്തേതിനെ സിഗ്മ 2 ബൈ x2 ബാർ ഇൻറ്റു 100 എന്ന് എഴുതാം. ഇത് നമ്മൾ ഓർത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ രണ്ടിൻ്റെ മീൻ സെയിം ആയാൽ നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ സിഗ്മ ഇപ്പോൾ ഏതെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ വ്യത്യാസമാണ്. ഇത് 2 സെയിം ആണെങ്കിൽ നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ച് കമ്പയർ ചെയ്യാം. അതാണ് ഞാൻ പറയാം. ഫോർ 2 സീരീസ് വിത്ത് ഈക്വൽ മീൻ ആണെങ്കിൽ ദ സീരീസ് വിത്ത് ഗ്രേറ്റർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് മോർ വേരിയബിൾ ഓർ മോർ ഡിസ്പേഴ്സ്ഡ് ദാൻ ദി അതർ എന്ന് പറയാം. ഓൾസോ ദ സീരീസ് വിത്ത് ലെസർ വാല്യൂ ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് സെഡ് ടു ബി മോർ കൺസിസ്റ്റന്റ് ദി അതർ എന്ന് പറയാം. എന്നുവെച്ചാൽ നമുക്ക് ആ സി വി കണ്ടുപിടിക്കുമ്പോൾ മീൻ ഈക്വൽ ആണെങ്കിൽ നമുക്ക് സി വി ആയിട്ട് കണ്ടുപിടിക്കേണ്ട സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇവിടെ നോക്കിയാൽ മതി, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ പ്രോബ്ലംസ് കൂടെ നോക്കാം. ഇപ്പോൾ ഇതാണ് 2 plants A and B of a factory show the following result. താഴെ പറയുന്ന റിസൾട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ആൻഡ് വേജസ് പെയ്ഡ് ടു ദം. അവിടുത്തെ ഒരു പ്ലാന്റിൽ ഒരു ഫാക്ടറിയിൽ 2 പ്ലാന്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വർക്കേഴ്സുമായിട്ട് അല്ലെങ്കിൽ അവരുടെ വേജസുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസൾട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വർക്കേഴ്സ് ടു. അപ്പോൾ എ എന്ന് പറയുന്ന പ്ലാന്റിൽ എത്ര വർക്കേഴ്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന പ്ലാന്റിൽ എത്ര വർക്കേഴ്സ് ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ആവറേജ് മന്ത്ലി വേജസ് പറയുന്നുണ്ട്. 2 സെയിം ആണ്, ശ്രദ്ധിച്ചോണം. വേരിയൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കവിടെ 81 അതുപോലെ 100 ആണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് ഇൻ വിച്ച് പ്ലാന്റ് എ ഓർ ബി ഇസ് എ ഗ്രേറ്റർ വേരിയബിലിറ്റി ഇൻ ഇൻഡിവിജ്വൽ വേജസ് എന്ന് ചോദിച്ചു. ഈ ഇൻഡിവിജ്വൽ വേജസിൽ ഏറ്റവും കൂടുതൽ വേരിയബിലിറ്റി ഉള്ളത് ഏതാണെന്ന് ചോദിച്ചത് ഇല്ലയോ? ദ വേരിയൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് പ്ലാന്റ് ചെയ്തില്ലയോ 81. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? 9. അതുപോലെ വേരിയൻസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ വേജസ് ഇൻ പ്ലാന്റ് ബി ഏതാണ്? 100 ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം സിൻസ് ആവറേജ് മന്ത്ലി വേജ് ബോത്ത് പ്ലാന്റ്സ് ഇസ് സെയിം. ശരിയല്ലയോ? ഇവിടെ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞാണ് ആവറേജ് എന്ന് പറയുന്നത് മീനാണ്. മീൻസ് സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ച് പറഞ്ഞാൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതാണോ അത് കമ്പയർ വെച്ച് പറയാം. ദെൻ ദ പ്ലാന്റ് വിത്ത് ഗ്രേറ്റർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ഹാവ് മോർ വേരിയബിലിറ്റി എന്ന് പറയാം. ഇവിടെ നമ്മൾ മോർ വേരിയബിൾ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കിവിടെ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് പറയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലുള്ള ഏതാണോ അതായിരിക്കും മോർ വേരിയബിൾ. അത് നമുക്കറിയാം പ്ലാന്റ് ബി ആണ്. ദ പ്ലാന്റ് ബി ഹാസ് മോർ വേരിയബിലിറ്റി ഇൻ ദ ഇൻഡിവിജ്വൽ വേജസ് എന്ന് പറയാം. ശരിയല്ലയോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മീൻ സെയിം ആണ്. നമ്മൾ മീൻ സെയിം ആണെന്ന് ഈ ഡേറ്റ നോക്കിയേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് നമുക്ക് പറഞ്ഞാൽ മതി. ഇതല്ലാതെ ക്വസ്റ്റ്യൻ നോക്കാം. The following values are calculated in respect of heights and weights of the students of a section of class 11.
അതിൻ്റെ ഹൈറ്റ് തന്നിരിക്കുകയാണ്, വെയിറ്റ് തന്നിരിക്കുകയാണ്. ഇപ്പം ഹൈറ്റും അതിൻ്റെ മീനുണ്ട്, മീൻ ഡിഫറൻ്റ് ആണ്, വേരിയൻസും ഡിഫറൻസ് ആണ്. എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞേക്കാം ക്യാൻ യു ബി സേ ദാറ്റ് വെയ്റ്റ്സ് ആർ ഷോ മോർ വേരിയേഷൻ ദാൻ ദി അതർ, ഏറ്റവും വേരിയബിലിറ്റി കൂടുതലുള്ള ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഹൈറ്റിനേക്കാൾ വേരിയബിളാണ്, മോർ വേരിയബിലിറ്റി ഉള്ളതാണ് വെയിറ്റ് എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് അതിൻ്റെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ഗിവൺ വേരിയൻസ് ഓഫ് ദി ഹൈറ്റ് തന്നിട്ടുണ്ട്, എത്ര 127.69 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് എടുത്താൽ മതി, 11.3 സെൻറ്റിമീറ്റർ എന്ന് പറയാം. അതുപോലെ അടുത്തയോ ഓൾസോ വേരിയൻസ് ഓഫ് ദി വെയിറ്റ് എന്ന് പറയാം 23.1361 kg ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, അതിൻ്റെ റൂട്ട് എടുത്താൽ മതി, ഇല്ലയോ, 4.81 kg എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് കമ്പയർ ചെയ്ത് എങ്ങനെ, അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സി വിൻ്റെ ഹൈറ്റിൻ്റെ സി വി കണ്ടുപിടിക്കാം. ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എന്ത് പറയാം, ഇവിടെ 11.3 ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് ഇതാണ്, ഇല്ലയോ, ഇൻറ്റു 100 എന്ന് പറയാം. ആൻസർ കിട്ടുന്നത് 6.95 എന്ന് പറയാം. അടുത്ത അതേപോലെ സി വി ഓഫ് വെയിറ്റ് കണ്ടുപിടിക്കണം. സി വി ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇതില്ലേ 4.81 52.36 ഇൻറ്റു 100 എന്ന് പറയാം, ഇല്ലയോ, ഞാൻ പറഞ്ഞൂടെ. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്, 9.18 ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ മോർ വേരിയബിൾ ഏതാണ്, ഇവിടെ വെയിറ്റ് ആണ് മോർ വേരിയബിൾ എന്ന് പറയാം. ശരി, ഇതിൽ ഗ്രേറ്റർ വേരിയബിലിറ്റി ഉള്ളത്, ഗ്രേറ്റർ സി വി ഉള്ളത് ഏതാണ്, ഇതാണ്, ഇല്ലയോ. ക്ലിയർലി സി വി ഇൻ വെയിറ്റ്സ് ഈസ് ഗ്രേറ്റർ ദാൻ സി വി ഇൻ ഹൈറ്റ് എന്ന് പറയാം. ദെർഫോർ നമുക്ക് പറയാം therefore we can say that weight show more variability than height എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സി വി കണ്ടുപിടിച്ചപ്പോൾ സി വി ഏതാണോ കൂടുതൽ അതാണ് മോർ വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചോദിച്ചാൽ മോർ കൺസിസ്റ്റൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറഞ്ഞേനെ, അപ്പോൾ നമുക്ക് പറയാം ഹൈറ്റ് ആണ് മോർ കൺസിസ്റ്റൻ്റ് എന്ന് പറയാം. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അടുത്ത കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടു ഡിസ്ട്രിബ്യൂഷൻസ് ആർ 60 and 70 and their standard deviations are 21 and 60 respectively. What are their arithmetic means? ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസും അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നിട്ട് പറയുകയാണ് അതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ. ശരിയില്ലയോ? തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഗിവൺ സി വി ഓഫ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ 60 ആണ്, അതിൻ്റെ σ1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, 21 ആണ്. അതുപോലെ സി വി ഓഫ് ദി സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്, 70 ആണ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, 16 ആണ്. ലെറ്റ് x1 bar and x2 bar be the means of first and second distribution എടുക്കാം. നമുക്ക് അറിയത്തില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് x1 bar എന്നും x2 bar എന്നും എടുക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, സി വി ഓഫ് ദി ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം, σ1/x1 bar × 100. ഞാൻ നോട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞാണ്, രണ്ട് ഡിസ്ട്രിബ്യൂഷനാണ്. ഒന്നാമത്തേതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ σ1 എന്നും രണ്ടാമത്തേതിന് σ2 എന്നും, അതുപോലെ മീൻ എന്ന് പറയുന്നത് ഒന്നാമത്തേതിൻ്റെ x1 bar എന്നും രണ്ടാമത്തേതിൻ്റെ x2 bar എന്നും എടുക്കാം. അപ്പോൾ ആ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ ഇങ്ങനെ എഴുതാം. പക്ഷേ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ തന്നിട്ടുണ്ട്, എത്രയാണ്, അത് 60 ആണ്. σ1 എന്ന് പറഞ്ഞാൽ 21 ആണ്. അപ്പോൾ ആ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇതിന് പകരം 60, ഇത് 21, ബാക്കി അതേപോലെ എഴുതും. ഞാൻ ഈ σ1 അപ്പുറത്ത് അല്ലെ x1 bar അപ്പുറത്ത് കൊണ്ടുവന്ന് ഇതിവിടെ ഡിവൈഡ് ചെയ്തു, ഇല്ലയോ. ഇനി ഒരു 0 വെട്ടിപ്പോയി, 210/6 ആണ്. 210/6 എന്ന് പറയുമ്പോൾ 35 ആണ്. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ മീൻ കിട്ടി, ശരിയില്ലയോ. അപ്പോൾ ഇതേപോലെ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ എടുത്തെഴുതുന്നു. എന്നിട്ട് നമുക്കറിയാവുന്ന വാല്യൂസ്, കോഎഫിഷ്യൻ്റ് വേരിയേഷൻ 60 ആണ്, ഇതിവിടെ σ1 എന്ന് പറയുന്നത് 20 ആണ്. ഈ x1 bar അപ്പുറത്ത് കൊണ്ടുപോയി, അപ്പോൾ ഇവിടെ നമ്പേഴ്സ് മാത്രമായി. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 35 കിട്ടുന്നു. അതുപോലാണ് ഇപ്പുറത്തോട്ട് എഴുതുകയാണ്. അതുപോലാണ് സി വി ഓഫ് ദി സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ σ2/x2 bar × 100 എന്ന് പറയാം. ഇത് എത്രയാണ്, 70 = ഇത് 16 ആണ് x2 bar × 100. x2 bar അപ്പുറത്ത് കൊണ്ടുപോയി എഴുതിക്കൂടായോ, ഇവിടെ നിന്ന് x2 bar എന്താ 22.85 എന്ന് എഴുതാം. നമ്മുടെ അത് രണ്ടുമാണ് കണ്ടുപിടിക്കുക, x1 bar ഉം x2 bar ഉം കണ്ടുപിടിക്കുക. അതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇതാവട്ടെ എഴുതാം, അരിത്തമെറ്റിക് മീൻസ് ആണെന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ്റ് വേരിയേഷൻ. അതിന് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മീൻ ഈക്വലായിട്ടുള്ളതും മീൻ ഈക്വലായിട്ട് അല്ലാത്തതുമായിട്ടുള്ള ഡേറ്റയുടെ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ കണ്ടുപിടിക്കുന്നു.
പിന്നെ കോയിഫിഷ്യൻ്റ് വേരിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നിട്ട് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നു. ഇതുപോലെ നമുക്ക് അരിത്തമെറ്റിക് മീനും കോയിഫിഷ്യൻ്റ് വേരിയേഷൻ എന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇനി നമ്മളിവിടെ ഇപ്പോൾ 2 ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തരിക, ഇപ്പം ക്ലാസ്സസ് തരിക, അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ 2 ഡേറ്റയായിട്ട് തരിക. ഒരു ഡേറ്റ എന്ന് വെച്ചാൽ ഇത് നമുക്ക് നേരിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും ഒക്കെ തന്നിരിക്കും. ഇങ്ങനെ തരാതെ നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടോ 2 ഡേറ്റ തരിക. ഇപ്പോൾ ഹൈറ്റും വെയിറ്റും അതിൻ്റെ ഡേറ്റ തരുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്നുമില്ല എങ്കിൽ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം, അതിൻ്റെ മീൻ കണ്ടുപിടിക്കണം ഓരോന്നിൻ്റെയും. എന്നിട്ട് നമുക്കതിനെ ഇതുപോലെ കോയിഫിഷ്യൻ്റ് വേരിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ σ1 ഒന്നാമത്തേൻ്റെ σ1/x1 × 100 കണ്ടുപിടിക്കണം, രണ്ടാമത്തേൻ്റെ σ2 × x2 × 100 കണ്ടുപിടിച്ച് ചെയ്യണം. അപ്പോൾ അത് 5 മാർക്കിനൊക്കെ ആണെങ്കിൽ അത് ചോദിക്കത്തുള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനൊക്കെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അതുകൊണ്ട് ആ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇത്രയുമാണ് ഈ സെക്ഷൻ 2ാമത്തെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2ാമത്തെ പാർട്ട് വളരെ പ്രധാനപ്പെട്ട പാർട്ട് തന്നെയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പിന്നെ കോയിഫിഷ്യൻ്റ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പം ഈ വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.